നാം LDF ആയതുകൊണ്ടാണ് ആ വീഴ്ച, ആ പാളിച്ച, ആ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ LDF അത് തിരുത്താൻ തയ്യാറായി. ആ ഒപ്പിന്റെ പേരിൽ LDF ഒരു ചില്ലക്കാശ പോലും പറ്റിയിട്ടില്ല. അറബിക്കടലുമുണ്ട്, PMCയുമുണ്ട്. നിങ്ങൾ എന്ത് എറിഞ്ഞില്ല? എറിയുമോ? നിങ്ങൾ എറിയില്ല. നിങ്ങൾ PMCക്ക് ഓശാന പണിത് വരെ മാറിക്കഴിഞ്ഞിരിക്കും. LDFിന്റെ ഭരണത്തിന്റെ ഘട്ടത്തിലാണ്. നമുക്ക് പറയാം, അത് നിർഭാഗ്യകരമാണ്. PMCയിൽ ഒരൊപ്പുണ്ടായി കേരളത്തിൻ്റെ. ആ ഒപ്പ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ അതുണ്ടായി. വേണ്ടത്ര ചർച്ചകളില്ലാതെ, ആവശ്യമായ ആശയവിനിമയം കൂടാതെ LDFിൻ്റെ ഗവൺമെൻറ് ഇന്ത്യക്കെല്ലാം വഴി കാണിക്കേണ്ട ഗവൺമെൻറ്റായി നമ്മൾ ഇന്നും നാളെയും കാണുന്ന ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. LDF ആണ് ഭാവി, LDF ആണ് ശരി, LDF ആണ് നീതി എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആ LDF വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും NEPക്ക് വളം വയ്ക്കുന്ന PMCയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഉണ്ടായപ്പോൾ നമുക്കാർക്കും സംശയമേ ഉണ്ടായില്ല. LDFിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. LDFിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, പുറമയ്ക്ക് വേണ്ടി മറ്റേത് പാർട്ടിയേക്കാളും മഹത്തായ പങ്കുവച്ച പാർട്ടിയാണ് CPI. CPIക്ക് അറിയാം എന്താണ് LDF എന്ന്, CPIക്ക് അറിയാം എന്താണ് ഇടതുപക്ഷമെന്ന്. അപ്രകാരം ഒരു ഗവൺമെൻറ് രാജ്യമാകെ വലതുപക്ഷം, അടിമന്തിരിപ്പന്മാർ, ഫാസിസ്റ്റുകൾ വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ട പോരാട്ടങ്ങളുടെ മുമ്പിൽ നിലകൊള്ളേണ്ട ഇടതുപക്ഷം, ആ ഇടതുപക്ഷം നയിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട് ഈ കേരളത്തിൽ. ആ ഗവൺമെൻറ്റാണ് നാളത്തെ പ്രതീക്ഷയുടെ പ്രകാശഗോപുരമെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. ഈ കേരളവും ഈ LDFും തന്നെയാണ് ഇന്ത്യയുടെ ഭാവിയിലെ വികാസ വഴിയെന്ന് നമുക്കെല്ലാം തികഞ്ഞ യാഥാർത്ഥ്യബോധമുണ്ട്. നാം LDF ആണ്. നാം LDFിൻ്റെ അകവും പുറവുമാണ്. നാം അതുകൊണ്ട് പറഞ്ഞു, അപ്രകാരം ഒരു ഗവൺമെൻറ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൂടാത്ത തെറ്റാണത്. ഉണ്ടായപ്പോൾ CPI എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയല്ല, അതിൽ നിന്ന് നാം പിൻവാങ്ങണം. അവിടെ നാം LDFിൻ്റെ മഹത്വം വീണ്ടും തിരിച്ചറിഞ്ഞു. നാം LDF ആയതുകൊണ്ടാണ് ആ വീഴ്ച, ആ പാളിച്ച, ആ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ LDF അത് തിരുത്താൻ തയ്യാറായി. സംശയം കൂടാതെ LDF പറഞ്ഞു, മുമ്പോട്ട് പോകില്ല. നാം മരവിപ്പിച്ചു ആ തീരുമാനങ്ങളെല്ലാം. ആ തീരുമാനം നമ്മൾ ഒരു കത്തിലൂടെ അറിയിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിനെ. ആ വഴിക്ക് പിന്നീട് LDF ഒന്നുമേ ചെയ്തിട്ടില്ല. ആ ഒപ്പിൻ്റെ പേരിൽ LDF ഒരു ചില്ലക്കാശ പോലും പറ്റിയിട്ടില്ല. അതാണ് LDF. പലരും പറയുന്നു ഇപ്പോൾ LDF ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങളാകപ്പാടെ കുടുങ്ങിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് PMC നടപ്പിലാക്കിയ തീരുമെന്ന് ഇപ്പോൾ കുറച്ച് മാന്യന്മാർ പറയുന്നുണ്ട്. അവർ പച്ചക്കള്ളമാണ് പറയുന്നത്, പച്ചക്കള്ളമാണ്. ആരും മറന്നു പോയിട്ടില്ലല്ലോ. ഇപ്പോഴുമുണ്ട് ഇവിടെ അറബിക്കടൽ. ആ കടലിലേക്ക് PMCയെ എടുത്തെറിയുമെന്നാണല്ലോ പ്രസംഗിച്ചത്. അവരെല്ലാം ഇവിടെ ഇപ്പോഴുണ്ട്, നിയമസഭയ്ക്കകത്തുണ്ട്. അവരെല്ലാം പലരും മന്ത്രിമാരാണ്. അറബിക്കടലുമുണ്ട്, PMCയുമുണ്ട്. നിങ്ങൾ എന്ത് എറിഞ്ഞില്ല? എറിയുമോ? നിങ്ങൾ എറിയില്ല. നിങ്ങൾ PMCക്ക് ഓശാന പണിത് വരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആത്യന്തികമായി നിങ്ങൾ BJP RSS രാഷ്ട്രീയത്തിൻ്റെ ബന്ധുവാണെന്ന് ഇത് മാത്രമല്ല,
ഓരോ ചെയ്തിയും വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾ പറയും, നിങ്ങൾ വേറൊന്ന് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് PMC പഥ്യമാണിപ്പോൾ, NEP പഥ്യമാണ് നിങ്ങൾക്ക്. നിങ്ങളെപ്പോഴും പറയുന്നുണ്ടല്ലോ നെഹ്റുവിനെ പറ്റി. ആ നെഹ്റുവിൻ്റെ ഏറ്റവും മഹത്തായ ചില നിലപാടും കാഴ്ചപ്പാടുമുണ്ട്. ഒരു വലിയ വാക്ക് പറഞ്ഞു നെഹ്റു. ആ വാക്കിൻ്റെ അർത്ഥവും ആഴവും എത്രയോ വലുതാണ്. ആ വാക്ക് ഏതാണ്? ആ വാക്ക് ഇൻക്വിസിറ്റീവ് വിസ്ഡം എന്ന വാക്കാണ്. ഇൻക്വിസിറ്റീവ് വിസ്ഡം, ഇൻക്വിസിറ്റീവ് നോളജ് നെഹ്റുവിൻ്റെ വാക്കാണ്. അങ്ങനെ പറയാൻ നെഹ്റുവിനെ പറ്റൂ ദേശീയ പ്രസ്ഥാനത്തിൽ. അങ്ങനെ പറയാൻ പറ്റും കമ്മ്യൂണിസ്റ്റുകാർക്ക്. അവരെ മാറ്റി നിർത്തിയാൽ അങ്ങനെ പറയാനുള്ള ആർജവമുള്ള, ദൂരക്കാഴ്ചയുള്ള, ലോകവീക്ഷണമുള്ള, ശാസ്ത്രീയ ബോധമുള്ള ഒരാൾ വേറെ ഇല്ല ദേശീയ പ്രസ്ഥാനത്തിൽ. ആ നെഹ്റുവിൻ്റെ പേര് ആർക്കെങ്കിലുമെല്ലാം വിളക്കിടത്ത് കൗതുകപൂർവം തട്ടിക്കളിക്കാനുള്ള പേരല്ല. ആർക്കും എളുപ്പത്തിൽ പറയാൻ പറ്റൂ ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന്. നെഹ്റു കേൾക്കണ്ട. നെഹ്റു വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്രമേഖലയിൽ, സാമൂഹിക രംഗത്ത് എല്ലാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആദർശങ്ങളെയും ആശയങ്ങളെയും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നെഹ്റുവിൻ്റെ പിൻഗാമികളാണെന്ന്. ഇത്രയും വലിയ കാപട്യം, ഇത്രയും വലിയ വഞ്ചന അതാരും പൊറുക്കില്ല, നെഹ്റു ഒട്ടും പൊറുക്കില്ല. നിങ്ങൾ പറയുകയാണ് ഒപ്പിട്ടത് കൊണ്ട് വേറെ വഴിയില്ല എന്ന്. ഒപ്പ് ഞങ്ങൾ മരവിപ്പിച്ചവരാണ്, മുന്നോട്ട് പോകാത്തവരാണ്. ഞങ്ങൾക്ക് ആ വഴിക്ക് ഒരൊറ്റ ചില്ലിക്കാശും വേണ്ടെന്ന് LDF പറഞ്ഞതാണ്. ഒറ്റ പൈസയും LDF വാങ്ങിച്ചിട്ടുമില്ല. നിങ്ങളേതോ കണക്ക് പറയുന്നുണ്ടല്ലോ, ആ കണക്ക് ഏതാണ്? മാന്യരേ, ആ കണക്ക് NEPയുടേതല്ല, ആ കണക്ക് PMC വകയല്ല, ആ കണക്ക് SSK ആണ്. സർവശിക്ഷ അഭിയാന്റെ ഭാഗമായി ഇവിടെ SSK ഉണ്ടായി, സർവശിക്ഷ കേരളമുണ്ടായി. അതുണ്ടായത് PMC വഴിയല്ല, ഉണ്ടായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ടായി ഇവിടെ. ആ നിയമത്തിൻ്റെ കാലത്താണ് ഇതെല്ലാം ഉണ്ടായത്. അതിൻ്റെ ബലമാണ് ഇവയ്ക്കെല്ലാം ഉള്ളത്. അതുപ്രകാരം വിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഫണ്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ പഠിപ്പിക്കാൻ ഫണ്ടുണ്ട്. ദുർബല കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഫണ്ടുണ്ട്. സ്കൂളിൽ മുതൽ കെട്ടാൻ, മുത്രപ്പുര പഠിക്കാനെല്ലാം ഫണ്ടുണ്ട്. ഈ പറയുന്ന പദ്ധതിയിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമുള്ള SSAയിലും SSKയിലും ആ ഫണ്ടുണ്ട്. ആ ഫണ്ട് പ്രകാരം പണം കിട്ടിയിട്ടുണ്ട് കേരളത്തിന്. അത് വേറെ, ഇത് വേറെ. അതും ഇതും കൂടി അറിഞ്ഞും അറിയാതെ എന്ന് പറയണ്ട, അറിഞ്ഞുകൊണ്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് നിങ്ങൾക്കറിയാം ആ ഫണ്ട് വേറെയാണെന്ന്. പക്ഷെ നിങ്ങൾ ആ സത്യം കൂടി വയ്ക്കുന്നു. ഇതും അതും ഒന്നല്ലെന്ന് ആരെയൊക്കെയാണ് നിങ്ങൾക്കറിയാം. ആ കഥ അതുകൊണ്ട് പറയണ്ട. പിന്നെ ഒപ്പിനെ പറ്റി പറയുന്നുള്ളൂ നിങ്ങൾ. ആ ഒപ്പിൻ്റെ കാമത്തെ ഇനി പറയരുത്. ഇത് ഭരണഘടനയുടെ ഒരു താളാണ്. ഈ താളിലാണ് ആർട്ടിക്കിൾ 299 ഉള്ളത്, 299. അത് പറയുന്നത് കോൺട്രാക്ട്സിനെ പറ്റിയാണ്, ഉടമ്പടിയെ പറ്റിയാണ്. കോൺട്രാക്ട്സ് അതിങ്ങനെ വായിക്കാം. ഓൾ കോൺട്രാക്ട്സ് made in exercise of the executive power of the union or of a state shall be expressed to be made by the president or by the governor of the state, as the case may be. And all such contracts and all assurances of properly made in the exercise of that power shall be executed on behalf of the president or the governor by such persons and in such manner as he may direct or authorize. ഇതാണ് ആർട്ടിക്കിൾ 299. സതീശനും വായിക്കാം, ഈ മന്ത്രിക്കും വായിക്കാം. ഇത് പ്രകാരം നിങ്ങൾ ഈ കൊട്ടിക്കൊഷിക്കുന്ന ഒപ്പൊന്നും ഒപ്പേയല്ല. ആ MOU ഒരു വിലയുമുള്ളതല്ല.
ആ കോൺട്രാക്റ്റ് അത് കോൺട്രാക്റ്റ് അല്ല. അതിലെവിടെയും പ്രസിഡന്റിൻ്റെയോ ഗവർണറുടെയോ പങ്കാളിത്തമില്ല. അൺലെസ് ദാറ്റ് ഇസ് ദെയർ, ഇറ്റ് ഇസ് നൺ ആൻഡ് വോയിഡ് എന്ന് പറയും കടലാസാണ്. അത് പൊക്കി പിടിച്ച് പറയുക, നിങ്ങൾ ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന്. നിങ്ങൾ പഠിച്ച പാണ്ഡിത്യം എന്ത് പാണ്ഡിത്യമാണ്? നിങ്ങൾ പഠിച്ച വിദ്യാലയം ഏതാണ്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കോടതി ഏതാണ്? നിങ്ങൾ പറയട്ടെ, ആസ് എ കോൺട്രാക്ട് വിളിക്കാൻ യോഗ്യമാണോ ആ MOUവിൽ ഒപ്പ്? ഒരൊപ്പുണ്ട്. ആ ഒപ്പ് പ്രോപ്പർലി ഉള്ള ഒപ്പല്ല. ഇതിലൊരു വാക്കുണ്ട്, ആൻഡ് ഓൾ സച്ച് കോൺട്രാക്ട്സ് ആൻഡ് ഓൾ അഷുറൻസസ് ഓഫ് പ്രോപ്പർലി മെയ്ഡ് ഇൻ ദ എക്സർസൈസ് ഓഫ് ദാറ്റ് പവർ. അല്ല, ഗവർണറുടെ പങ്കാളിത്തമുള്ള അറിവുള്ള ഒരൊപ്പിനെ വിലയുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ഓഫ് ഇന്ത്യക്കാണെങ്കിൽ അതിനകത്ത് കാണിക്കണം പ്രസിഡന്റിൻ്റെ അറിവും സമ്മതവുമുള്ള ഒപ്പാകണമത്. അതല്ല, പല ഉത്തരവുകളിലും അതുണ്ടാകാറുണ്ട്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്ന വാചകം ഉണ്ടാകാറുണ്ട്. അതാണ് ദ റിയൽ കോൺട്രാക്റ്റ്. ഇവിടെ പലരെയും കാണും, പഴയ AISFകാർ പലരും ഇത് വലിയ വക്കീലന്മാർ ചിലർ ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് എന്നേക്കാളും അറിയാം. അതുകൊണ്ട് ഈ നുണക്കഥയിൽ പറയരുത്, സതീശനും പറയരുത്, ഒരു മന്ത്രിയും പറയരുത്. ഞങ്ങൾ ഇട്ടത് ഒരൊപ്പ് തന്നെയാണ്, പക്ഷേ ആ ഒപ്പിന് ഞങ്ങൾ തന്നെ പറയുന്നു രാഷ്ട്രീയമായ ഗവൺമെൻറ്റിൻ്റെ ഒപ്പല്ല അത്, ആശയപരമായ ഇടതുപക്ഷ ഒപ്പല്ല അത്. ഒരു ഉദ്യോഗസ്ഥ അവിടെ പോയി ഒപ്പിട്ടത് ശരിയാണ്. ആ ഒപ്പിന് പേപ്പറിൻ്റെ വില മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് ഒരു കരാറെന്തോ MOU എന്നോ ഒന്നും വിളിക്കാൻ യോഗ്യതയില്ല, ഒപ്പല്ല അത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു പോംവഴിയുമില്ല, താല്പര്യമില്ല ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ. പക്ഷെ എന്ത് ചെയ്യാം? ഒപ്പിട്ടില്ലേ LDF? ഇല്ല മാന്യരെ, LDFിൻ്റെ ഒപ്പ് നിങ്ങൾ മറന്നേക്കുക. ആ ഒപ്പിന് ഈ പറയുന്ന ആർട്ടിക്കിൾ 299 പ്രകാരം ഇറ്റ് ഹാസ് നോ വാലിഡിറ്റി, ഒരു വിലയുമില്ല. രാഷ്ട്രീയമായി നിങ്ങൾ തയ്യാറാണോ? അതാണ് ചോദ്യം. PMC നടപ്പിലാക്കലെന്ന് പറയുന്ന ഈ ഗവൺമെൻറ്, നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി വോട്ട് വാങ്ങിച്ച ഗവൺമെൻറ്, അത് പറഞ്ഞ് അധികാരമേറിയ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് പറയണം നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ there is a way. If there is a will, there is a way. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് ആ നിശ്ചയം വേണം, ആ പൊളിറ്റിക്കൽ വില്ല് വേണം. അതില്ല UDFന്, അതില്ല ഇവിടുത്തെ കോൺഗ്രസിന്, ഇല്ല ലീഗിന്. എന്തായാലും സതീശൻ മിടുക്കനാണ്. RSS പ്രീതിക്ക് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും BJP RSS കാര്യപരിപാടിക്ക് വേണ്ടി ഓശാന പാടുമ്പോൾ, പിന്തുണ കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ കാര്യസ്ഥന്മാരായി ലീഗിൻ്റെ മന്ത്രിയെ വെച്ചപ്പോൾ ഒന്നാം തരം മിടുക്കാണ് കാണിച്ചത്. ആ കെണികൾപ്പെട്ട ലീഗ് വാസ്തവത്തിൽ ഇന്ന് ഞാൻ പറയട്ടെ, സഹതാപം അർഹിക്കുന്നുണ്ട്. സഹതാപം. ഞാൻ ആ കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ട്, MSFലെ കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ട്. മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ വഴി വിട്ടു പോയപ്പോൾ, തെറ്റായ ആശയങ്ങൾ പറഞ്ഞപ്പോൾ, സമത്വത്തെ വെല്ലുവിളിച്ചപ്പോൾ ചില പെൺകുട്ടികൾ പോലും വന്ന് പറഞ്ഞു MSFലെ ഈ പോക്ക് തെറ്റാണ്. ഞാൻ ആ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നു. അവരെല്ലാമുള്ള ലീഗ്, അവരെല്ലാം ഉൾക്കൊണ്ട ലീഗാണ് ആ ലീഗെങ്കിൽ ആ ലീഗിന് ഇന്നത്തെ ഈ മലക്കം മറിച്ചില്ല എന്ന് പറയാനുണ്ട്. BJPയേക്കാൾ കർശനമായിട്ട് കോൺഗ്രസ്സുകാർ കേരളത്തിൽ PMCക്ക് വേണ്ടി വാദിക്കുന്നു. അവരെക്കാൾ വിവരോടെ ലീഗിന് വേണ്ടി വാദിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തെ ഈ പറയുന്ന വഞ്ചനയ്ക്ക് അവരെല്ലാം അറിയാതെ കല്ല അറിഞ്ഞുകൊണ്ട് പങ്കാളിത്തം വഹിക്കുന്നു. ഇതാണ് ചുറ്റുപാട്. ഈ ചുറ്റുപാടിൽ എല്ലാ മതനിരപേക്ഷവാദികളും, ജനാധിപത്യവാദികളും, വിദ്യാഭ്യാസ പ്രേമികളും ഒന്നാകെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ കൂടെ ഇല്ല എന്ന് പറയേണ്ട ഘട്ടമാണിത്. അത് മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് പറയണം. PMC നമുക്ക് വേണ്ട എന്ന് പറയണം.
അത് പറയാൻ വേണ്ടിയാണ് നാം ഒത്തുകൂടിയത്. നാം പറയുക മാത്രമല്ല, നാം പ്രാവർത്തികമാക്കും. നാം ഇവിടെ ഉണ്ടാകും, ഈ സമരരംഗത്ത് നാം ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ കൂടെ, അധ്യാപകരുടെ കൂടെ, ജനങ്ങളുടെ കൂടെ നമ്മളെല്ലാം ഉണ്ടാകും. സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും പടവെട്ടാൻ നാം എന്നും ഉണ്ടായിരിക്കും. എനിക്കറിയില്ല ഇവിടെ പറയാമോ എന്ന്. PMCയെ പറ്റി എന്തെങ്കിലും CPI പറഞ്ഞാൽ പിറ്റേ നിമിഷം വെട്ടുക്കിളിയേക്കാൾ ഭയങ്കരമായ ഒരു RSSൻ്റെ തള്ളിക്കയറ്റം വരാറുണ്ട്. ഭാഷയൊന്നും ഞാൻ പറയുന്നില്ല. ആ ഭാഷ ഏറ്റവും നികൃഷ്ടമായ, നീചമായ, മ്ലേച്ഛമായ ഭാഷയാണ്. അന്തസ്സുകെട്ട ഭാഷ. ആ ഭാഷ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, എല്ലാവർക്കും വിളിക്കും. ആ ഭാഷ എന്നും കേൾക്കുന്നിട്ടാണ് ഞാൻ. ഇത് പറയും മാത്രമല്ല, എന്ത് പറഞ്ഞാലും കേൾക്കാറുണ്ട്. ഇപ്പോൾ PMC കാലം വന്നപ്പോൾ സ്ഥിരമായി കേൾക്കുന്നു, എടാ മറ്റവനെ, നിന്റെ മക്കളെ നീ എല്ലാം പഠിപ്പിച്ചിട്ട് പാവങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എല്ലാ ചോദ്യവും. ഏറ്റവും മിതമായ വാക്കാണ് ഞാൻ പറഞ്ഞത്, വേറെ വാക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവൾ രശ്മി എന്നാണ് പേര്. പഠിച്ചത് സാധാരണ സ്കൂളിൽ, കോഴിക്കോട്ട് വെസ്റ്റിൽ സെൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂൾ എയ്ഡഡ് സ്കൂൾ. പിന്നെ പഠിച്ചത് കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, എയ്ഡഡ് കോളേജ്. പിന്നെ പഠിച്ചത് മദ്രാസിയിലെ വിമൻസ് ക്രിസ്ത്യൻ കോളേജ്, എയ്ഡഡ് കോളേജ്. പിന്നെ പഠിച്ചത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് പഠിച്ചത്, പിന്നെ അവൾ പഠിക്കാൻ പോയില്ല, ജോലി കിട്ടിയപ്പോൾ 16-17 കൊല്ലം അവൾ വർക്ക് ചെയ്തു പത്രങ്ങളിൽ. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലൊക്കെ വർക്ക് ചെയ്തു. ഒരു മാറ്റം വേണം തോന്നിയപ്പോൾ അവൾക്ക് ശമ്പളം മേടിച്ച പൈസയുടെ മിച്ചം കൊണ്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ടെസ്റ്റ് എഴുതി പാസ്സായപ്പോൾ ഇപ്പോൾ അവൾ പഠിക്കുന്നത് ഫ്രാൻസിലാണ്. ഇപ്പോൾ ഒരു PhDക്ക് ക്ഷേത്രത്തിൽ അവൾ ഗവേഷണം ചെയ്യുകയാണ്. അന്തസ്സാർന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെ, മറുവഴിക്ക് മാത്രം ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ മകളെപ്പോലെ അവൾ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഇതാണ് പരമാർത്ഥം. നിങ്ങൾ തന്തയ്ക്കോ തവളയ്ക്കോ എല്ലാം വിളിച്ചുകൊള്ളുക, സത്യം അറിഞ്ഞിരിക്കണം. അടുത്ത മകൾ പേര് സൂര്യ. പഠിച്ചത് സെൻറ്റ് മൈക്കിൾസ് സ്കൂൾ കോഴിക്കോട്, സാമൂതിരി ഹൈസ്കൂൾ കോഴിക്കോട്. അതായത് സാധാരണ സ്കൂളാണ്. അവിടെ +2 പാസ്സായി. പിന്നെ പഠിച്ചത് ജോധ്പൂരിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. ടെസ്റ്റ് എഴുതി പാസ്സായി, മെറിറ്റിൽ തന്നെ കിട്ടി. അവിടെ LLB പാസ്സായി വിത്ത് റാങ്ക്. അതുകൊണ്ട് അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിലെ കൊളംബിയ ലോ സ്കൂളിൽ. അവിടെ പഠിച്ചു. അവിടെ ജോലിയും കിട്ടി, അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ അറ്റോർണിയായിട്ട്. അത് സ്വീകരിക്കാതെ അവളിവിടെ വന്ന് കോഴിക്കോട്ടെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതിയിലെ വക്കീലാണ്. ഇതാണ് എൻ്റെ മക്കൾ. അതുകൊണ്ട് ഈ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും വേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് PMCക്ക് വേണ്ടി ആരും വാദിക്കലും വരേണ്ട കാര്യമില്ല. നല്ല PMCയുടെ വഴിയെ പോകാൻ ഞങ്ങളാരും മക്കളെ വിട്ടിട്ടില്ല, വിടുകയുമില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര കടുത്ത വിമർശനങ്ങളുടെയും തെറിവിളികളുടെയും ഒരു ആധിപത്യം ഞാനിപ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അത് കൂടിയിരിക്കുകയാണ്. അത് വേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളെല്ലാം വന്നത് SF-ൻ്റെ വഴിയെ കൂടി, AISF-ൻ്റെ വഴി. AISF-ൻ്റെ മൂല്യബോധമുണ്ട് ഞങ്ങൾക്ക്. എന്തു ചെയ്യുമ്പോഴും ഞങ്ങൾ AISF-നെ ഓർക്കും. ആ വഴിക്കാണ് ഞങ്ങൾ ജീവിച്ചതും വലുതായതും വളർന്നതുമെല്ലാം. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴും അച്ഛനായപ്പോഴും മക്കളെ പഠിപ്പിക്കുമ്പോഴും എല്ലാം ഞങ്ങൾക്ക് ആ മൂല്യബോധമുണ്ട്. ആ മൂല്യബോധമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് AISF. അതുകൊണ്ടാണിത് പറയാൻ ആഗ്രഹമുണ്ടായത്. എന്തായാലും ഒന്നുറപ്പാണ്, PMCയുടെ പോക്ക് നന്മയ്ക്ക് വേണ്ടിയല്ല. PMC ഉണ്ടായതും മുന്നോട്ട് പോകുന്നതും NEPക്ക് വേണ്ടിയാണ്.
NEPയുടെ ആദ്യന്തം നോക്കിയാൽ അത് RSSൻ്റെ ചിന്തകളിലെ ഒരു ആവിഷ്കരണം മാത്രമാണ്. അതിലേക്ക് പോകാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ രംഗത്തെയും പോലെ തന്നെ ഇവിടെയും സംസ്ഥാനത്തെ UDF ഗവൺമെൻറ്, കോൺഗ്രസ് ലീഗ് ഗവൺമെൻറ് BJPയുടെ സർക്കാരിൻ്റെ വഴിയെ പോകാൻ പോവുകയാണ്. മുമ്പേ ഗമിക്കുന്ന BJPയുടെ പെമ്പേ ഗമിക്കാൻ വരുന്ന ഈ UDF കോൺഗ്രസ് ലീഗ് സർക്കാരിൻ്റെ തെറ്റിനെ നാം തീർച്ചയായിട്ടും പരാജയപ്പെടുത്തും. അതിൻ്റെ വഴി പോരാട്ടങ്ങളുടെ വഴിയാണ്. ആ വഴികൾ നമ്മൾ കൈകൾ കോർത്തു നിൽക്കും. നാം അചഞ്ചലമായി പോരാടും. വിജയം നിറയെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വളരെ വിനയപൂർവ്വം ആവേശപൂർവ്വം ഈ മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. സഹാക്കളെ മുന്നോട്ട്.